മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ഹിപ്പ് അപ്പർ ബോഡി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബേസിക് പഠിക്കുന്ന കുറച്ച് ബ്ലോക്ക് ഉക്കെ, ഉച്ചി യുക്കെ, ആകെ യുക്കെ, ഗദാൻ യുക്കെ, സോത്തോ യുക്കെ, ഈ ബ്ലോക്കുകളെ കുറിച്ചുള്ള ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഷൂട്ടൊക്കെ ഞാൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വിട്ടുപോയതല്ല, അത് ബേസിക് ബ്ലോക്കുകളെല്ലാം പഠിച്ച്, ബേസിക് ബ്ലോക്കുകളെല്ലാം പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഷൂട്ടൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഷൂട്ടൊക്കെ ചെയ്യാം. കത്താസുകളിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലോക്കാണ് ഉക്കെയാണ് ഷൂട്ടൊക്കെ. ഷൂട്ടൊക്കെ ആദ്യം ചെയ്യാൻ നേരത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഈ രണ്ട് ഷോൾഡർ എല്ലാം ഫ്രീ ആക്കിയിടുക. ഷോൾഡർ ഫ്രീ ആക്കിയിടുക, കൈക്കൊന്നും ഒട്ടും പവർ കൊടുക്കണ്ട, ഫ്രീ ആക്കിയിട്ട് ചെയ്താൽ മതി. കൈ ഇതാദ്യം പ്രാക്ടീസ് ചെയ്യാം. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് തരാം. രണ്ട് കൈക്കും മാറി മാറി പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ അത് കഴിഞ്ഞ് ഈ മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാം രണ്ട് കൈക്കും. ഇത് ചെയ്യാൻ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഷോൾഡറിൻ്റെ ഹൈറ്റിൽ നിന്ന് ഒരു കാരണവശാലും ഈ കൈ ഇങ്ങനെ പൊങ്ങരുത്. കൈ ഒരു കാരണവശാലും ഷോൾഡറിൻ്റെ ഹൈറ്റിൽ നിന്ന് പൊങ്ങാതെ ശ്രദ്ധിച്ചാൽ മതി. അത് മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ചെയ്യണത്, പിന്നെ നമ്മൾ ഹിപ്പും നമ്മുടെ അപ്പർ ബോഡിയും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം ഒരേപോലെ. ഇത് ചെയ്ത് ഹിപ്പ് ട്വിസ്റ്റ്, അപ്പർ ബോഡി ട്വിസ്റ്റ്, ഇങ്ങനെ വേണം ഈ മൂവ്മെൻറ്റ്. ഇത് ഫസ്റ്റ് വൺ ഇത് ചെയ്ത്, സെക്കൻഡ് ഒരുമിച്ച് ഹിപ്പും അപ്പർ ബോഡിയും ട്വിസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ബോഡി ഇങ്ങനെ ചരിഞ്ഞിരിക്കണം. ഇങ്ങനെ ചെയ്യാം. 1 2 3 1 2 3 ഇങ്ങനെ ചരിഞ്ഞിരിക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൈ ഇങ്ങനെ ചരിഞ്ഞുകൊണ്ടിരിക്കരുത്, ഇങ്ങനെ തുറന്നിരിക്കരുത്, ഇവിടെ തുറയരുതും, ഇത് സ്ട്രെയിറ്റ് വരണ്ട, ഇങ്ങനെ തന്നെ ഇരിക്കുക. ഈ ഒരു ആംഗിളിൽ തന്നെ കൈ വെച്ചാൽ മതി. ഈ ഒരു ആംഗിളിൽ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൈ ഒരുപാട് ഇങ്ങനെ അടുത്ത് വെച്ച് ചെയ്യേണ്ട, ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യരുതും. ഇത് ഇവിടെ ഒളിച്ചല്ല ചെയ്യണത്, നമ്മൾ ഈ ഭാഗം ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അല്ല, ഓപ്പൺ ഹാൻഡ് ഇവിടെ അല്ല നമ്മൾ അപ്ലൈ ചെയ്യണത്, ഇതാണ് നമ്മളുടെ. ഇങ്ങനെ ഇരിക്കുക. ഈ മുട്ടുകൈ എപ്പോഴും എൽബോ ഇതെപ്പോഴും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക, തുറന്ന് ഇങ്ങനെ ഇരിക്കരുത്, ഒരുപാട് ഇങ്ങനെ ചരിഞ്ഞിരിക്കരുത്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ ഒരു പൊസിഷൻ. 1 പിന്നെ 1 2 ഇങ്ങനെ ചെയ്യുക. കറക്റ്റായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇതാണ്. ഇത് ശ്രദ്ധിച്ച് ചെയ്യുക, ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്, ഷോൾഡറിൻ്റെ ഹൈറ്റിൽ നിന്ന് ഒരു കാരണവശാലും കൈ പൊങ്ങരുത്, ഈ വിരലിങ്ങനെ നേരെ ആയിരിക്കണം, മുട്ടുകൈ എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം. ഇത്രയും കുറച്ച് ഈ ഒരു അകൽച്ച തന്നെ ചെയ്യുക, അടുപ്പിക്കാതെ ഇങ്ങനെ തന്നെ ചെയ്യാം. ഹിപ്പ് അപ്പർ ബോഡി ഈ അപ്ലൈ ചെയ്യുന്ന, നമ്മളെപ്പോൾ ഈ ബ്ലോക്ക് ഒക്കെ ഷൂട്ടൊക്കെ അപ്ലൈ ചെയ്യണം, ആ സമയത്ത് ബോഡി ഇങ്ങനെ ചരിഞ്ഞിരിക്കണം, ഹിപ്പ് ചരിഞ്ഞിരിക്കണം. ഇത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. സിമ്പിളെന്ന് പറഞ്ഞാൽ, ആദ്യം ഈ കരാട്ടെ പഠിച്ചു വരുന്ന സ്റ്റുഡൻസിനെ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മൾ ഉച്ചിയൊക്കെ ഈ ബേസിക് ബ്ലോക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമായിരിക്കും പഠിക്കാൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്ര തന്നെ ചെയ്യാം. ഇതാണ് ഷൂട്ടൊക്കെ. ഇനി ഇതിൻ്റെ ഒപ്പം ഈ ഷൂട്ടൊക്കെ എപ്പോഴും കത്താസ് പെർഫോം ചെയ്യാൻ നേരത്ത് നേക്കോ ആഷി ഡാച്ചിയുടെ ഒപ്പമാണ് ഇത് ചെയ്യണത്. ആ നേക്കോ ആഷി ഡാച്ചി എൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ സ്റ്റാൻസ് മാത്രമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നേക്കോ ആഷി ഡാച്ചി ഉണ്ടായിരുന്നു. ആ നേക്കോ ആഷി ഡാച്ചിയും ഈ ഷൂട്ടൊക്കെയും കൂടിയാണ് ചെയ്യുന്നത്. ആ അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചറിയാം.
ഷൂട്ട് ഓക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഒരു നല്ല ഒരു അഡ്വാൻസ് കട്ടാസൊക്കെ ടൂർണമെൻറ്റിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലോക്കാണിത്. ഓക്കെയാണ് ഷൂട്ട് ഓക്കെ. അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.